പകരം രക്തവർണ്ണമുള്ള വസ്തുക്കൾ രക്തം നിറച്ച ഉരുളി വെക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നടുവത്തൂർ ശ്രീ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നടന്ന ഗുരുതിയുടെ വീഡിയോയും ഗുരുതിയെ പറ്റിയുള്ള ചെറിയൊരു വിവരണവുമാണ് ഇതിൽ. ഗുരുതി എന്ന് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഗുരുതി എന്നറിയാമോ? ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗുരുസി എന്നും പറയും. ദേവീ പ്രീതിക്കായി നടത്തിവരുന്ന പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുരുതി പൂജ. ആദ്യകാലങ്ങളിൽ മൃഗബലി ഗുരുതിയായി നടന്നിരുന്നു. ഇന്ന് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ളൂ. കോഴിയെ ഗുരുതി കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഓരോ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന ഗുരുതിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സങ്കല്പം ഒന്നാണെങ്കിലും ഓരോ ആചാര്യന്മാരുടെ പാരമ്പര്യ സമ്പ്രദായം അനുസരിച്ച് വ്യത്യാസം കാണും. ഗുരുതി സാധാരണ ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളി, ഭുവനേശ്വരി, രക്തേശ്വരി, ചാമുണ്ഡി, രക്തചാമുണ്ഡി തുടങ്ങിയ ദേവിമാർക്കാണ് നടത്താറുള്ളത്. അപൂർവമായി ദേവന്മാർക്കും നടത്തും. ശ്രീകോവിലിന് പുറത്ത് വെച്ചാണ് ഗുരുതി നടത്താറുള്ളത്. ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ മൃഗബലി ഉള്ളൂ എന്ന്. അപ്പോൾ രക്തത്തിന് പകരം രക്തവർണ്ണമുള്ള വസ്തുക്കളാണ് ഗുരുതിയിൽ ഉണ്ടാവുക. വെൺഗുരുതി, ചെങ്കുരുതി, കടുംഗുരുതി എന്നിങ്ങനെ 3 തരത്തിൽ ഗുരുതികളുണ്ട്. അരിമാവ് കലക്കി ഉണ്ടാക്കുന്നതാണ് വെൺഗുരുതി. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുന്നതാണ് ചെങ്കുരുതി. അതിൽ തന്നെ കുറച്ച് ശർക്കരയും ചേർത്ത് രൂക്ഷത കുറച്ചും ഗുരുതി നടത്തി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കടുംകുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചിരട്ടക്കരിയുമാണത്ര ചേർക്കുന്നത്. ദാരികനെയും ദക്ഷനെയും എല്ലാം കൊല്ലുന്ന ദേവി ഉഗ്രരൂപിണിയാണ്. ഈ ഉഗ്രരൂപത്തിൽ ഉള്ള ദേവി അവരെ കൊന്ന് രക്തം കുടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സങ്കല്പമാണ് ഗുരുതിക്ക് പിന്നിലുള്ളത്. അതേപോലെ ദേവിയുടെ ഭൂതഗണങ്ങൾക്കും രക്തം കൊടുക്കുക എന്ന സങ്കല്പവുമുണ്ട്. ക്ഷേത്രമുറ്റത്ത് വാഴപ്പിണ്ടികൾ കൊണ്ടും വാഴപ്പോളകൾ കൊണ്ടും നിർമ്മിച്ച കളങ്ങളിൽ വിളക്ക് വയ്ക്കുന്നു. കുരുത്തോലകൾ കൊണ്ടും അലങ്കരിക്കുന്നു. വിളക്കുകൾക്ക് അടുത്ത് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഉണ്ടാക്കിയ രക്തം നിറച്ച ഉരുളി വെക്കുന്നു. കളത്തിൽ പന്തങ്ങളും ധാരാളം കുളത്തിവെക്കും. ഗുരുതി തർപ്പിച്ചു കഴിഞ്ഞാൽ ഉരുളിയിലുള്ള രക്തം നിലത്തൊഴിക്കുകയും ഉരുളി കമഴ്ത്തുകയും ചെയ്യുന്നു.